നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. T20 ലോകകപ്പിലെ നിർണായക മത്സരങ്ങളിൽ മിന്നിച്ച സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും സ്വന്തമാക്കിയാണ് മടങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ഒന്നാണ് സഞ്ജു പുറത്തെടുത്തത്. 80.25 ശരാശരിയിലും 199.37 സ്ട്രൈക്ക് റേറ്റിലുമായി 321 റൺസാണ് സഞ്ജു നേടിയത്. T20യിൽ മികച്ച പ്രകടനം നടത്തിയതിനു പിന്നാലെ ഏകദിന ക്രിക്കറ്റിലേക്ക് സഞ്ജുവിനെ തിരിച്ചെത്തിക്കാനുള്ള ശരിയായ സമയം ഇതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിർണായക മത്സരങ്ങളിൽ സഞ്ജു മികവ് പുറത്തെടുക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാരണം. T20 ലോകകപ്പിൽ ടീം കളിച്ച 4 മത്സരങ്ങളിൽ കളിക്കാതിരുന്നിട്ടും ഒരു താരം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച കാര്യമാണ്. നിർണായകമായ നോക്കൌട്ട് മത്സരങ്ങളിലാണ് സഞ്ജു തിളങ്ങിയത് എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു അസാധാരണമായ നീക്കം ICC നടത്തിയത്. വിൻഡീസിനെതിരെയുള്ള സൂപ്പർ 8 മത്സരം മുതൽ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു. ഇത്രയും മത്സരങ്ങളിൽ 199 സ്ട്രൈക്ക് റേറ്റിൽ 275 റൺസ് നേടുക എന്നത് ചില്ലറ കാര്യമല്ല. സമ്മർദ്ദങ്ങൾ ഏറെയുള്ള നിർണായക മത്സരങ്ങളിൽ സഞ്ജുവിന് തിളങ്ങാനാകുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദിനം പോലെ ശ്രദ്ധയോടെ കളിക്കേണ്ട ഫോർമാറ്റിൽ സഞ്ജുവിന് മിന്നിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് സഞ്ജുവിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് പറയുന്നതിന് പിന്നിലുള്ള ആദ്യ കാരണം ഇത് തന്നെയാണ്. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാരണം. T20 ക്രിക്കറ്റിലെ മികവ് മാത്രമല്ല, അവസരം കിട്ടിയപ്പോഴെല്ലാം ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു മിന്നിച്ചിട്ടുണ്ട്. 16 ഏകദിന മത്സരങ്ങളിൽ ഇതിനകം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സഞ്ജു 56.67 എന്ന മികച്ച ശരാശരിയിലും 99.61 സ്ട്രൈക്ക് റേറ്റിലുമായി 510 റൺസ് നേടിയിട്ടുണ്ട്. 4 മുതൽ 6 വരെയുള്ള പൊസിഷനുകളിൽ അഥവാ മധ്യനിരയിൽ കളിച്ചുകൊണ്ടാണ് സഞ്ജു ഇത്രയും റൺസ് അടിച്ച് കൂട്ടിയത്. ഇതിൽ തന്നെ 5-6 പൊസിഷനുകളിലാണ് സഞ്ജു 10 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായ KL രാഹുൽ മധ്യനിരയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ബാക്കപ്പ് കീപ്പറാക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിയാത്ത താരമാണ് സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ഈ സെഞ്ചുറിക്ക് പുറമെ 3 അർദ്ധ സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട്. 14 ഇന്നിംഗ്സുകളിൽ 5 നോട്ടൌട്ടുകളും ഉണ്ടായിരുന്നു എന്നത് സഞ്ജുവിന്റെ ഏകദിന ക്രിക്കറ്റിലെ മികവ് തെളിയിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനേക്കാൾ മികച്ച ശരാശരി സഞ്ജുവിനുണ്ട്. മാത്രമല്ല, അവസാനം കളിച്ച 3 ഇന്നിംഗ്സുകളിലും ഋഷഭ് പന്ത് ചെറിയ സ്കോറിൽ പുറത്തായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് മൂന്നാമത്തെ കാരണം. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. 130 ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് 34.27 ശരാശരിയിൽ 3599 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. ഒരു ഇരട്ട സെഞ്ചുറിയും താരം നേടി. 4 സെഞ്ചുറികളും 19 അർദ്ധ സെഞ്ചുറികളും സഞ്ജുവിന്റെ അക്കൗണ്ടിലുണ്ട്. 2026 ജനുവരിയിൽ ജാർഖണ്ഡിനെതിരെ നടന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ കിടിലൻ സെഞ്ചുറിയാണ് സഞ്ജു നേടിയത്. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജു മിന്നിക്കുന്നത് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള മറ്റൊരു കാരണമായി പരിഗണിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഏകദിന ക്രിക്കറ്റിൽ 56 മുകളിൽ ശരാശരിയുള്ള T20 ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ജുവിനെ ഇനിയും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് യാതൊരു ന്യായീകരണവും ഇന്ത്യൻ സെലക്ടർമാർക്ക് നൽകാനില്ല. ഇതിനകം 31 വയസ്സ് പ്രായമായ സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ കളിച്ചില്ലെങ്കിൽ പിന്നീടൊരു അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ ഏകദിന ക്രിക്കറ്റിലേക്ക് ഇപ്പോൾ പരിഗണിക്കണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നത്. 2026 ജൂൺ മാസത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇന്ത്യ അടുത്ത ഏകദിന പരമ്പര കളിക്കുന്നത്. ഗൗതം ഗംഭീർ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചതിന് ശേഷം നടക്കുന്ന ഈ പരമ്പരയോടുകൂടിയാണ് ഇന്ത്യ 2027 ഏകദിന ലോകകപ്പിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത്. നിലവിൽ ഏകദിന മത്സരങ്ങൾ കളിക്കുന്ന ടീമിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന കാര്യം ഇന്ത്യൻ ടീം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പര മുതൽ പരീക്ഷിച്ചു തുടങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അഫ്ഗാനിസ്ഥാനെതിരെ അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റായി രേഖപ്പെടുത്തൂ.